തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് പ്രധാനമായി ചർച്ചയായ മറ്റൊരു വിഷയം മാത്യു കുഴൽനാടൻ തുടങ്ങിവെച്ച വിവാദമാണ്. 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതം എന്ന് ആവർത്തിച്ചു പറയുകയാണ് മാത്യു കുഴൽനാടൻ. 2019 പ്രളയ മുന്നൊരുക്കത്തിൽ ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റാനാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. 2019 മെയ് 31 ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു. മഴയ്ക്ക് മുമ്പ് തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപമുള്ള മണ്ണ് നീക്കം ചെയ്യണമെന്ന ഉത്തരവുണ്ടായിരുന്നുവെന്നും പ്രളയം തടയുന്നതിനേക്കാൾ സർക്കാരിന് പ്രധാനം കരിമണലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മാത്യു കുഴൽനാടൻ്റെ ആരോപണം സത്യത്തെ ഭയന്ന് UDF നടത്തുന്ന കള്ളപ്രചരണമാണെന്നാണ് മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞത്. 2018 സംഭവത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് 2026 തിരഞ്ഞെടുപ്പ് കാലത്താണ്. UDFൻ്റെ ആരോപണം നനഞ്ഞ പടക്കം പോലെയാണെന്നും മാത്യു ടി തോമസ് പറയുകയാണ്. പ്രളയ ദുരന്ത വിവാദത്തിൽ മാത്യു കുഴൽനാടൻ മറുപടിയുമായി കെ കൃഷ്ണൻകുട്ടിയും ഇന്ന് രംഗത്തെത്തി. തോട്ടപ്പള്ളി സ്പിൽവേ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നിട്ടും അന്ന് എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്നാണ് ചോദ്യം. ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ടായിരുന്നെന്നും മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുമാണ് കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. M സ്വരാജിന് ഇന്ന് മാത്യു കുഴൽനാടൻ അതിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യത്തിൽ മറുപടി പറഞ്ഞു. എല്ലാറ്റിനും കോടതിയിൽ പോകുന്നതിൽ തനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നാണ് മാത്യു കുഴൽനാടൻ കോടതിയിൽ പോകാത്ത എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പറഞ്ഞു. അന്തംകമ്മികളെപ്പോലെയാണ് സ്വരാജ് സംസാരിക്കുന്നത്, സ്വരാജ് നന്നായി നടക്കുന്നുണ്ടല്ലോ എന്നും അതിൻ്റെ ഉപജീവന മാർഗത്തിന് അതിനെന്താണ്, എവിടെ നിന്നാണ് എന്ന ചോദ്യവും മാത്യു കുഴൽനാടൻ ഉന്നയിച്ചു. അങ്ങനെ വാദപ്രതിവാദങ്ങളുടെ ഒരു രംഗം നമുക്ക് ആ വിഷയത്തിലും കാണാൻ കഴിഞ്ഞു. നോക്കാം ആ ഇടിവിട്ട് പ്രതികരണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൻ്റെ കീഴിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പവേഴ്സ് ഇൻവോക്ക് ചെയ്ത് കരിമണലുള്ള മേഖലയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി, അതായത് കരിമണൽ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പറ്റത്തുള്ളൂ. അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ എടുക്കുകയും ഫസ്റ്റ് പ്രയോറിറ്റി മൺസൂൺ വെള്ളം വന്ന് ആളുകൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളതല്ല, വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് മണ്ണെടുക്കാൻ പറയാം. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഒരു നനഞ്ഞ ബോംബ് ഏറ്റവും അവസാന ദിവസം UDF എനിക്കെതിരെ എറിയാൻ ശ്രമിച്ചിരിക്കുകയാണ്. 2018 നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി 2026 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരാക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുന്നത് ദുരുദ്ദേശപരമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സത്യത്തെ എന്തോ അവർ ഭയക്കുന്നു, കള്ളപ്രചരണം നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രചരണ രീതി എന്നിടത്തേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 16/7/2008 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ഷട്ടറിന്റെ ചെയിൻ ഹുക്ക് ഒഴിഞ്ഞുപോയത് കാരണം ഷട്ടർ താഴുകയും 15/8/2018 യന്ത്രസഹായത്താൽ ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഷട്ടർ അവിടെ തുറന്നു വെച്ചിട്ട് പിന്നെ മണലിനെ സഹായിക്കാനാണെന്ന് എന്തിനാ പറയുന്നത്? ഡിസാസ്റ്ററിൽ ഉള്ള ഉത്തരവാണ്. ഉത്തരവ് പ്രകാരമാണ് അത്. ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള പരിപാടിയല്ല, അത് ജില്ലാ കളക്ടറാണ് ഇത് ചെയ്യുന്നത്. ജില്ലാ കളക്ടറോടാണ് അത് ചോദിക്കുന്നത്. സ്വരാജ് കോടതി പോകുന്നതിനെ ആക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്രയും തരംതാണ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്തം കമ്മികളായിട്ടുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കോടതിയിൽ പോകുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും 1 രൂപ വീട്ടിൽ കൊണ്ട് എൻ്റെ കാര്യത്തിന് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ കോടതിയിൽ കേസുകൾ നടത്തിയിട്ടുണ്ട്, അത് കേസ് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഞാനത് ചോദിക്കുന്നില്ല. സ്വരാജ് കോടതി പോയിട്ട് എന്തായെന്ന് മറ്റാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? നിങ്ങളുടെ ഈ ആക്ഷേപം അധിക്ഷേപം കൊണ്ട് എന്റെ കോടതി പോക്ക് നിർത്തില്ല. കാരണം ദാറ്റ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. സ്വരാജിനോട് നീ വിരലി കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ജോലി എടുത്തിട്ടാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടാകും. അതാണ് അത്തരത്തിൽ പരസ്പര വാദപ്രതിവാദങ്ങൾ ആ വിഷയത്തിലും തുടരുകയാണ്. ഏതായാലും തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിയതാണ് പ്രളയത്തിന് കാരണമായത് എന്ന് വ്യക്തമാക്കുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ ഫോൺ സംഭാഷണം മാത്യു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും അത് തുറന്നില്ല എന്നാണ് മാത്യുവിൻ്റെ ആക്ഷേപം. അത് തുറന്നാൽ താഴെയുള്ള മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. അത് ഒരു സ്വകാര്യ കമ്പനിക്ക് മണലിൻ്റെ കരാർ നൽകിയിരുന്നു.
ക്യൂബിക് മീറ്ററിന് 62 രൂപയ്ക്കാണ് കരാർ. അത് മറിച്ച് വിറ്റാൽ 2000 രൂപ കിട്ടും. എല്ലാ ചിലവും കഴിഞ്ഞാൽ 300 കോടി രൂപയെങ്കിലും ലാഭമായി കിട്ടും എന്ന് കെ കൃഷ്ണൻകുട്ടി പറയുന്ന തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേക്ക് താഴെയുള്ള കരിമണൽ അത് ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഡാം തുറക്കാതിരുന്നത്, അല്ലെങ്കിൽ തുറക്കാൻ വൈകിയത് എന്നും ഇത് കരാറുകാർക്ക് ലാഭമുണ്ടാക്കാനായിരുന്നു എന്നുമാണ് ആരോപണം. അപ്പോൾ പെരിങ്ങൽകുത്ത് ഡാം തുറക്കാൻ വൈകി എന്നും പറയുന്നുണ്ട്. അതിനു പിന്നിലും അഴിമതിയാണ് എന്നത് ഈ ഫോൺ സംഭാഷണത്തിൽ ഇന്നലെ അന്നാണ് ആരോപണമായി വന്നിരുന്നത്. അപ്പോൾ അത് കുഴൽനാടൻ അതും എടുത്ത് പറയുന്നുണ്ട്. നേരത്തെ തുറന്നുവിടേണ്ടിയിരുന്ന ഡാം അവസാന നിമിഷം തുറന്നതോടെ ചെങ്ങന്നൂർ മുങ്ങി. ആളിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുറന്നുവിടേണ്ടിയിരുന്ന വെള്ളം അവിടുത്തെ കോൺട്രാക്ടറുടെ താല്പര്യം സംരക്ഷിക്കാനായി പിടിച്ചു നിർത്തി. അത് മറ്റൊരാരോപണമായി അദ്ദേഹം ഉന്നയിക്കുന്നു. ഒടുവിൽ ആളിയാറിലെ വെള്ളവും ഒരുമിച്ച് തുറന്നതോടുകൂടി ചാലക്കുടിയും മുങ്ങി. അങ്ങനെയാണ് ഈ ഫോൺ സംഭാഷണം പറയുന്നത്. ഇതാണ് ഒരു ആരോപണമായി മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ വിഷയം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാടിനെ നടുക്കിയ ആ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണോ എന്ന ചോദ്യം അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി മറ്റു ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഇന്ന് നോക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.